ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളുടെ ഒരു കല്യാണ വ്ളോഗാണ് കേട്ടോ. നമ്മളിതൊരു സെപ്റ്റംബർ 14 എടുത്തതാണ്, ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന്. പക്ഷേ എന്ത് ചെയ്യാനാണ്, എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഇത് ഇങ്ങനെ പെൻഡിങ് ആയി. എനിവേ, നമുക്ക് ഇന്നൊരു കല്യാണം കൂടാൻ പോകാം. നമ്മുടെ അഖിലേട്ടൻ്റെ കസിൻ്റെ നാത്തൂൻ്റെ കല്യാണമാണ്. ഇത് കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര ദേവീക്ഷേത്രമാണ്. അവിടെ വെച്ചിട്ടായിരുന്നു വിവാഹം. പിന്നെ നല്ലൊരു ഗ്രാൻഡ് പരിപാടിയായിരുന്നു, നല്ല ഗ്രാൻഡ് കല്യാണമായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ നല്ല എന്താ പറയുക, കല്യാണം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ആക്ച്വലി അതായത് മുഹൂർത്തം നേരത്തെ ആയിരുന്നു, അത് രാവിലെ ആയിരുന്നു. അപ്പോൾ രാവിലെ കല്യാണത്തിൻ്റെ ആ ഒരു തിരക്കായതുകൊണ്ട് അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല, താലികെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു. അപ്പോൾ വന്നിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് സെറ്റായിട്ട് കല്യാണമൊക്കെ കണ്ട്, അത് കഴിഞ്ഞ് കമ്മൂസിൻ്റെ കുറച്ച് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഇങ്ങനെ ഷോർട്സും റീൽസൊക്കെ ഇടാമെന്ന് കരുതി ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കാർ പാർക്കിങ് ചെയ്തിരിക്കുന്നിടത്തായിരുന്നു വന്നത്. അവിടെയായിരുന്നു കുറച്ച് തണലുള്ളത്. അപ്പം നമ്മുടെ മാമൻ്റെ മോൻ, അതുപോലെ തന്നെ അഖിലേട്ടൻ്റെ മാമൻ്റെ മോനാണ്, അത് അമ്പാടി. ബാക്കി ഇത് രണ്ടും നമ്മുടെ മാമൻ്റെ മക്കളാണ്, എൻ്റെ മാമൻ്റെ മക്കളാണ്, അവളുടെ കമ്മൂസിൻ്റെ അപ്പന്മാരാണ്. ഇവളുമാരെയാണ് ഈ വീഡിയോയ്ക്കകത്ത് ത്രൂ ഔട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കാരണം അന്നത്തെ ദിവസം ഞാൻ സാരി ഉടുത്തത് കൊണ്ട് തന്നെ ഞാൻ കൊച്ചിനെ നോക്കിയിട്ടേ ഇല്ല. ഫുൾ പരിപാടി ഇവളുമാർ രണ്ടും കൂടെയാണ് ഏറ്റെടുത്തത്. ഇവർക്ക് പിന്നെ കുഞ്ഞിനെ കിട്ടിയ രണ്ടുപേരും തമ്മിൽ മത്സരമാണ്, ആരെടുക്കണം എന്നുള്ളതിനകത്ത്. കമ്മൂസിനും അവരുടെ കയ്യിലിരുന്ന് ആദ്യം അവർ ഫുൾ ഹാപ്പിയാണ്. അവളുടെ ആ ഒരു എനർജിയൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ഇതിൻ്റെ റീലൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. കമ്മൂസിനോട് പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ കറങ്ങുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഭയങ്കര ആക്റ്റീവായിരിക്കും. അങ്ങനെ ഫോട്ടോഷൂട്ടിങ്ങൊക്കെ അവിടുത്തത് കഴിഞ്ഞിട്ട് ആക്ച്വലി നമ്മൾ എനിക്ക് എൻ്റെ ഫോണിനകത്ത് കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമല്ല, ക്ലാരിറ്റി കുറവായതുകൊണ്ടും അഖിലേട്ടൻ്റെ ഫോണിലാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ അഖിലേട്ടൻ അവിടെ തന്നെ നിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ അഖിലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് ഞാൻ എൻ്റെ ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ട് തിരിച്ച് അഖിലേട്ടൻ്റെ ഫോണും വാങ്ങി ഞങ്ങൾ തിരിച്ച് വീണ്ടും ഈ സ്റ്റേജിൻ്റെ അവിടെ വന്നു. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ പോയി. ആക്ച്വലി ഭയങ്കര തിരക്കായിരുന്നു, ഒരുപാട് ആളുണ്ടായിരുന്നു കല്യാണത്തിന്. അതുകൊണ്ട് ഞങ്ങൾ മാത്രമല്ല, രാവിലത്തെ നേരം ആയതുകൊണ്ട് നമുക്ക് അത്ര നേരത്തെ വിശപ്പൊന്നും ഇല്ലല്ലോ. പിന്നെ കുറേ കഴിഞ്ഞിട്ടേക്കൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയത്. വീണ്ടും സ്റ്റേജൊക്കെ ഇത് കല്യാണപ്പെണ്ണും ചെറുക്കനൊക്കെ ഒഴിഞ്ഞതുകൊണ്ട് എങ്കിൽ പിന്നെ അവിടെ പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ വീണ്ടും അവിടേക്ക് വന്നു. പക്ഷെ നമ്മൾ കമ്മൂസിൻ്റെ ഒരു മൂലയ്ക്ക് നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവരവിടെ തന്നെ നിൽക്കുകയായിരുന്നു. നല്ലൊരു ഓർക്കസ്ട്ര ടീം ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി മ്യൂസിക്കായിരുന്നു, നല്ലൊരു വൈബായിരുന്നു. അവരുടെ ആ ഒരു താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിഷ്ടമായി. ഇതാണ് നമ്മുടെ കസിൻ ചേച്ചി. പിന്നെ വേണ്ട നമ്മൾ ഇവിടെ പൂവൊക്കെ വാരി എറിയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളൊരു എന്താ പറയുക, നാച്ചുറൽ ലുക്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ, റീൽസ് എടുക്കാൻ വേണ്ടിയാണ്. പൂ എറിയുമ്പോൾ മണ്ടയ്ക്കിട്ട് നോക്കുന്നു, സ്ലോ മോയിട്ട് എടുക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷെ അവൾ അവിടെ കിടക്കുന്നില്ല, പോച്ച പറിക്കാൻ നടക്കുന്ന കണക്ക് തറയിൽ കിടക്കുന്ന എല്ലാം വാരി പറക്കുകയായിരുന്നു ആൾ. ലവളുമാരല്ലേ സ്വാഹ എന്ന് പറഞ്ഞിട്ട് പൂജയ്ക്ക് എറിയുന്ന കണക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോയ്ക്കകത്ത് കംപ്ലീറ്റ് ഇവർ രണ്ടുപേരും, ഈ കമ്മൂസും മാത്രമേ കാണത്തുള്ളൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, അന്നത്തെ ദിവസം ഫുൾ ഇവളെ നോക്കിയത് ഇവളുമാർ രണ്ടുമാണ്. വൈകിട്ടത്തെ റിസപ്ഷൻ ആവട്ടെ, എല്ലാ കാര്യത്തിനും. പിന്നെ നമ്മുടെ ചേട്ടത്തിയും മക്കളും എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ആരും ഫുഡ് കഴിക്കാനൊന്നും പോയിട്ടില്ല, പ്രത്യേകിച്ച് നമ്മുടെ റിലേറ്റീവ്സ് ആരും. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് എന്താ പറയുക, എല്ലാവരും കൂടെ സെൽഫിയൊക്കെ എടുത്തു. ഇത് നമ്മുടെ ശ്രീമോളാണ്. ശ്രീമോൾ ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തു. ഇത് എൻ്റെ അമ്മായിയമ്മയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സദ്യാലയത്തിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അമ്മൂസ് കോസ്റ്റ്യൂമൊക്കെ മാറ്റി ഫുൾ പ്ലെയിനായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ താഴെ പാവാട ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉടുപ്പ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആകുന്നുണ്ട്. അവൾക്ക് പറ്റി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ചൂടായിരുന്നു. അതിൻ്റെ കൂടെ ഭയങ്കര തിരക്കും കൂടെ ആയതുകൊണ്ട് അപ്പം നമ്മൾ ചെന്നപ്പോൾ നമുക്ക് ആ പന്തിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. നമ്മൾ വെളിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയം കൊണ്ട് കുഞ്ഞാറ്റേനെ അടിച്ച് അമർത്തിയിട്ടേക്കാണ് അവളെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചമോര് പപ്പ ഇവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് അവൾക്ക് കൊടുത്തു. ഭാഗ്യത്തിന് അവൾ അത് കുടിച്ചു. പിന്നെ വീണ്ടും എനർജി മൂഡിലൊക്കെ കയറി. ആൾക്ക് പക്ഷേ നന്നായിട്ട് ഉറക്കം വന്നിരുന്ന കാരണം അവൾ ഉറങ്ങി. മാമി ആദ്യത്തെ മന്തി കയറി കഴിച്ചുകൊണ്ട് മാമിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. ഞാനും അഖിലേട്ടനും ഒരുമിച്ച് കഴിക്കണമെന്നൊക്കെ കരുതിയിരുന്നേ, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട്. പക്ഷെ നടന്നില്ല. അഖിലേട്ടന് ഞാൻ ചെന്നിരുന്നപ്പോഴത്തേക്ക് സീറ്റ് കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമ്മുടെ വല്യമ്മച്ചി എൻ്റെ അടുത്തുണ്ടായിരുന്നു. വല്യമ്മച്ചിയെ പിടിച്ച് എൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് ഞങ്ങൾ പിന്നെ രണ്ടായിട്ടാണ് അന്ന് കഴിച്ചത്. ഇത്
നമ്മളുടെ എന്താ പറയുക സദ്യയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സദ്യയായിരുന്നു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ നമ്മൾ നമ്മുടെ മാമൻ്റെ വീട്ടിൽ വന്നു. തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ ഓൾറെഡി നമ്മുടെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയുടെ വീട് കരുനാഗപ്പള്ളിയിലാണ്. അവിടെ തന്നെയാണ് നമ്മൾ വീണ്ടും വന്നു. കമ്മൂസിൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് ഇപ്പോൾ ഇവളുമാരുള്ളത് കൊണ്ട് മാത്രമല്ല, ഇവിടെ തത്തമ്മയുണ്ട്. അപ്പം അതിനെയും കൂടെ കാണാനും കളിപ്പിക്കാനും കൂടിയാണ് അവൾ ഒത്രയും ഉത്സാഹിച്ച് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒട്ടും പ്ലാനില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, ഈ കൃഷ്ണനായിട്ട് ഒരുക്കിയേക്കുന്നത്. നമുക്ക് കയ്യിൽ കോസ്റ്റ്യൂമോ കാര്യങ്ങളോ ഒന്നുമില്ല, കാരണം നമ്മൾ കല്യാണം കൂടാൻ വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊന്നും ഇരിപ്പില്ലായിരുന്നു. പിന്നെ മയിൽപ്പീലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ കോസ്റ്റ്യൂം ഞങ്ങൾ എടിപിടിന്ന് പോയി മേടിച്ചുകൊണ്ട് വന്നു. എൻ്റെ മാമൻ്റെ മോൻ പോയി മേടിച്ചിട്ട് വന്ന്. അപ്പം ഞങ്ങൾ ചടപടയുന്ന ഒരു കൃഷ്ണനെ അങ്ങ് റെഡിയാക്കി. പക്ഷേ അവൾ അടിപൊളിയായിട്ട് പെർഫോമൊക്കെ ചെയ്തു. നമ്മളുടെ ആ ഒരു റീൽ അത്യാവശ്യം വൈറലായിരുന്നു. ഒരു 11K എബോവ് വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു ആ ഒരു റീലിന് നമ്മളുടെ യൂട്യൂബിൽ മാത്രമായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരത്തെ കോസ്റ്റ്യൂമാണിത്. വൈകുന്നേരം റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് മീനിയപ്പയും കമ്മണിയും ഒരുങ്ങിയിരിക്കുകയാണ്. കമ്മണിക്ക് പിന്നെ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ പിന്നെ പറയണ്ട, ഇത് അവരുടെ കൊച്ചച്ഛൻ ഓണത്തിന് മേടിച്ചു കൊടുത്ത ഡ്രസ്സാണ്. ആ ഷർട്ടി അത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതിട്ടുകൊണ്ടുള്ള ബഹളങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. രജാമൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ ഷോയ്ക്ക് ഇറക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വൈകിട്ടത്തെ റിസപ്ഷൻ രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ഇത് നമ്മളുടെ കസിൻ ചേച്ചിയുടെ മോനാണ്. അവനൊരു യൂട്യൂബ് ചാനലുണ്ട്, അതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാനാണ്. പക്ഷെ എനിക്ക് ചാനലിൻ്റെ പേര് ഓർമ്മയില്ല, അവൻ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറ്റുവാണെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തേക്കാവേ. പിന്നെ നമ്മുടെ എൻ്റെ അനിയത്തിക്കുട്ടി എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരുമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യാനാണ് അടുത്ത വൈകിട്ടത്തെ പരിപാടി. പക്ഷെ കമ്മണി എന്ത് ചെയ്യാൻ ഉറങ്ങിപ്പോയി. അത്രയും നേരം ഞങ്ങളുടെ തോളയിലൊക്കെ തന്നെ മാറി തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. അവൾ ഉണർന്നു വന്നപ്പോഴത്തേക്കും ഏകദേശം ഇവിടുത്തെ ഫുഡൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കാമെന്ന് കരുതി കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവൾ എന്തായാലും ഇനി റൈസോ കാര്യങ്ങളോ ഒന്നും കഴിക്കില്ല. ഓൾറെഡി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിൻ്റെ ഒരു മൂഡ് ഓഫിലിരിക്കുകയാണ്. അപ്പം ഞാൻ ഫ്രൂട്ട്സ് കൊടുക്കാൻ നോക്കിയപ്പം അത് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. പക്ഷെ അവൾക്ക് വാട്ടർമെലൺ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് വെച്ചാണ് ഞാൻ കൊടുത്തത്. പക്ഷെ അവളത് കഴിച്ചില്ല. അപ്പം ഞാൻ ഒന്ന് കഴിച്ചു നോക്കി, ഇനി മധുരം ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ. പക്ഷേ അവൾ കഴിച്ചില്ല. എന്താണെന്നറിയില്ലായിരുന്നു. അന്നത്തെ ദിവസം ഒരു വകയും നിന്നില്ല. ഉച്ചയ്ക്ക് സദ്യ ഉണ്ണുന്ന സമയപ്പോഴും ആ ഷട്ടി ഉറങ്ങിയായിരുന്നു. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. അവളും സദ്യ കഴിച്ചില്ല, വൈകിട്ടത്തെ ഫുഡും കഴിച്ചിട്ടില്ല. പിന്നെ ഇവളുമാർക്കാണെങ്കിൽ ഇവളെ ഇട്ടിട്ട് പോകാനായിട്ട് ഒട്ടും മനസ്സ് വരുന്നില്ല. മാമിയാണെങ്കിൽ ഓൾറെഡി എപ്പോഴേ കിടന്ന് വിളിക്കുന്നേടി വാ വീട്ടിൽ പോകാം. പക്ഷേ ഞങ്ങളും കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് ഇവളുമാർ പോയിട്ടേ ഇല്ലായിരുന്നു. വൈകുന്നേരം ആണെങ്കിൽ കുഞ്ഞാറ്റ വരുന്നില്ലെന്ന് പറഞ്ഞതായിരുന്നു. ട്യൂഷന് പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ ട്യൂഷന് പോയിട്ട് ഓടിപ്പടച്ച് ഞങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവന്മാരുടെ കൂടെ വന്നേ വീണ്ടും ഇവളെ കളിപ്പിക്കാനൊരു അവസരം കിട്ടുന്ന ഒന്നും അവൾ കളയാറില്ല. അവൾ വീണ്ടും കളിക്കാനായിട്ട് വന്നു. ഇവള് ഓൾറെഡി അവളുമാരുമായിട്ട് തന്നെ ഇങ്ങനെ നടക്കുകയാണ്. ഇവൾക്കും അവരുടെ കൂടെ തന്നെ നിന്നാൽ മതി. ഇവളുമാർ വന്നപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞല്ലോ എന്നുള്ളൊരിതായിരുന്നു. കാരണം ഇവൾ ഉറങ്ങിയപ്പോൾ മൊത്തം എൻ്റെ ദേഹത്ത് തന്നെ ഇരിക്കുന്നു. ഈ ഫ്രോക്കും കൂടി ഇട്ടിട്ട് ആളെ എടുത്തുകൊണ്ട് നിൽക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇങ്ങനെ സ്ലിപ്പായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു, നല്ല പരിപാടിയൊക്കെ ആയിരുന്നു. അഖിലേട്ടനെ ഒന്ന് ക്ലോസപ്പിൽ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ മുങ്ങിക്കളഞ്ഞു. പിന്നെ നമ്മുടെ ദുട്ടപ്പൻ, നമ്മുടെ സ്ഥിരം ഞാൻ യൂട്യൂബിലൊക്കെ മിക്ക ലോങ് വീഡിയോസിലും നമ്മൾ ദുട്ടപ്പനെ കാണിക്കാറുണ്ട്. അവനും ഉണ്ടായിരുന്നു അവിടെ. അവനുമായിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ കുഞ്ഞാപ്പി ഒരു വെകളത്തരമൊക്കെ കാണിച്ച് അവിടെ നടപ്പുണ്ടായിരുന്നു. അതെനിക്ക് കാണുമ്പം വീഡിയോയിൽ കാണാം. അവനെ പിടിക്കാൻ പോവുക, അല്ലെങ്കിൽ അവനെ കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക എന്നുള്ളതാണ് ഇവളുടെ ഒരു മെയിൻ ഹോബി. ഇത് പിന്നെ നമ്മളുടെ ചേട്ടൻ്റെ മോളാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ ഫാമിലി ഫുള്ളുണ്ടായിരുന്നു. നമ്മൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പക്ഷെ അതൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ആ സമയത്ത് വീഡിയോ എടുക്കാൻ ഞങ്ങളെല്ലാവരും ഓൾറെഡി ഫോട്ടോ എടുക്കുന്നിടത്തായിരുന്നു. ആരെക്കൊണ്ടും വീഡിയോ എടുപ്പിക്കാനും പറ്റിയില്ല. ആ ഒരു ബുദ്ധി അന്നേരം പോയില്ല. പിന്നീടാണ് ആലോചിച്ചത് അയ്യോ കഷ്ടമായി പോയല്ലോ എന്ന്. അപ്പോൾ കൺമണിക്ക് ഇങ്ങനെ ഓൾറെഡി ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കാനുള്ളൊരു സമയമായപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ പോകാറായിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കല്യാണം ഓൾറെഡി തലേന്ന് പരിപാടി ഉണ്ടായിരുന്നു പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കല്യാണത്തിന് കഴിഞ്ഞ് എത്ര തവണത്തെ ഓരോ ഡ്രസ്സ് മാറക്കും. ക്ഷീണം ഓൾറെഡി അറിയാമല്ലോ, കല്യാണത്തിന് പോയാലുള്ള ക്ഷീണമല്ല. വൈകിട്ട് ഫുഡ് അടിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരിടത്ത് സൈഡ് ആവാനുള്ള പരിപാടി ആയിട്ടുണ്ട്. ഇവളുമാർ ഇപ്പോഴും പോയിട്ടില്ല. ഇവളുമാർ വീണ്ടും ഇവിടെയൊക്കെ തന്നെ കറങ്ങി അടിച്ച് നടപ്പുണ്ട്. കുഞ്ഞാറ്റയ്ക്ക് ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ നോക്കി. പക്ഷെ അവൾ സമ്മതിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കമ്മൂസിൻ്റെ ഓരോരോ ബഹളങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. വേറെ ഒന്നും ഉണ്ടല്ലോ, അവർ അച്ഛനും മോളും കൂടെ എന്തൊക്കെയോ അടി ഉണ്ടാക്കുന്നതാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ നേരത്ത് ഞാൻ 2-3 പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഒന്ന് ബഹളം വയ്ക്കാതിരിക്കുക, രണ്ടും കൂടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പം നമ്മൾ നമ്മുടെ വിഷയത്തിൽ നിന്ന് തന്നെ മാറി.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.